ഗുഡ് മോർണിംഗ്. നിഫ്റ്റിയുടെ ലെവൽസ് നമുക്ക് നോക്കാം. നിഫ്റ്റി 24,951 ഡൗൺ സൈഡ് ലിക്വിഡിറ്റി. അതുപോലെ അപ്സൈഡ് ലിക്വിഡിറ്റി 25,92 മുകളിലാണ്. അപ്പോൾ മാർക്കറ്റ് ഇന്ന് ഓൾറെഡി അപ്സൈഡ് ലിക്വിഡിറ്റിൻ്റെ മുകളിൽ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ താഴേക്കുള്ള ട്രേഡ് ആയിരിക്കും ഞാൻ ഫസ്റ്റ് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ അങ്ങനെ പ്രത്യേകിച്ചൊരു പ്രൈസ് ആക്ഷൻ ഒന്നുമില്ല. ഒരുപാട് തൊട്ടടുത്തൊന്നും ഒരുപാട് ലോയും ഒരുപാട് മുകളിലും ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നത്തെ ഏതെങ്കിലും പ്രൈസ് ആക്ഷനിൽ എൻട്രി വരികയാണെങ്കിൽ നോക്കാം. അല്ലെങ്കിൽ ലിക്വിഡിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ മൊമെൻറ്റം കുറവായിരിക്കും മാർക്കറ്റിന്. ഏതെങ്കിലും ഒരു ലിക്വിഡിറ്റി എടുത്താലേ മൂവ് ചെയ്യുള്ളൂ. അപ്പം വെയിറ്റ് ചെയ്യാം. നമുക്ക് നിഫ്റ്റിയിൽ ട്രേഡ് നോക്കാം, അതായിരിക്കും നന്നാവുന്നത്. ഏതായാലും ഞാൻ ചാൻസ് വരികയാണെങ്കിൽ പറയാം. നിഫ്റ്റിയിൽ ഒരു ഡൗൺ സൈഡ് എൻട്രി നോക്കാം. നമ്മൾ കുറേ മാർക്കറ്റ് അപ്പ് സൈഡ് എൻട്രി നോക്കിയിരുന്നു. കാരണം മാർക്കറ്റ് നല്ല ഹയർ ഹൈസ് എടുത്തുകൊണ്ട് പോവുകയാണ്. പക്ഷേ ഒരു ലിക്വിഡിറ്റിയും ഡൗൺ സൈഡ് എടുക്കാത്തതുകൊണ്ടാണ് നമുക്ക് പ്രീവിയസ് ഡേൻ്റെ മാർക്കിംഗ് അനുസരിച്ചിട്ട് അപ്പ് സൈഡിലേക്ക് താഴേക്ക് നോക്കാം. നിഫ്റ്റി ബാങ്കിലാണെങ്കിൽ നേരെ തിരിച്ചാണ്. ഇന്നത്തെ ഒരു പ്രൈസ് ആക്ഷൻ അനുസരിച്ച് ബാങ്കിൽ അപ്പ് സൈഡിലേക്കാണ്. പക്ഷേ ബാങ്കിൽ ടാർഗറ്റ് കുറവാണ്. ആകെ 80 പോയിൻ്റ് അങ്ങോട്ടുള്ളൂ ഡേ ഹൈയിലേക്ക്. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇപ്പോൾ ഉള്ളത്. നിഫ്റ്റിയിലാണെങ്കിൽ ഒരു ഡൗൺ സൈഡിൽ ഒരുപാട് ലിക്വിഡിറ്റി 25,167 ഉണ്ട്. ഓക്കെ, നമുക്ക് എൻട്രി വന്നിട്ടുണ്ട്, എടുക്കാം. 25,200 പുട്ട് ഓപ്ഷനാണ് എടുക്കുന്നത്. നമുക്ക് എൻട്രി വന്നത് 80.35 അതായത് 6 പോയിൻ്റാണ് എസ് എൽ. 3,000 സംതിങ് ആയിരിക്കും ലോസ് വരികയാണെങ്കിൽ വരിക. ഇനി അതല്ല, ടാർജറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മാക്സിമം 1:5 ഒന്നും ഇല്ല കേട്ടെന്ന്, അധികം പോയിൻ്റ് ഇല്ല. 25,167 എത്തുകയാണെങ്കിൽ നമുക്ക് ഇല്ല പ്രോഫിറ്റിൽ ഇറങ്ങാം. കാരണം അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അത് അഥവാ ടാർജറ്റ് അടിക്കുകയാണെങ്കിൽ അപ്പ് സൈഡിലേക്ക് ട്രേഡ് നോക്കാം. കാരണം മാർക്കറ്റ് ഓവറോൾ ഇന്ന് ഹയർ ഹൈസ് ഉണ്ടാക്കി ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തെന്നല്ലാതെ അത് എടുക്കാതെ ഇങ്ങനെ പോകും. ഇനി ഏതെങ്കിലും ഒരു ഡൗൺ സൈഡ് ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്പ് സൈഡിലേക്ക് ഒരു ട്രേഡ് വേണമെങ്കിൽ പ്ലാൻ ചെയ്യാം. ഈ ഒരു ട്രേഡ് ടാർജറ്റ് അടിക്കുകയാണെങ്കിൽ നമുക്ക് മുകളിലേക്ക് ഒരു ട്രേഡ് നോക്കാം. ഓക്കെ, അതാണ് പ്ലാന്. നമ്മൾ ബുള്ളിഷ് ഓപ്പർച്യൂണിറ്റി കിട്ടാത്തതുകൊണ്ടാണ് ഇപ്പോൾ പ്രീവിയസ് ഡേൻ്റെ മാർക്കിംഗ് അനുസരിച്ച് ഫസ്റ്റ് ട്രേഡ് വന്നിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ മാർക്കിംഗ് അനുസരിച്ച് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ട്രേഡ് അപ്പ് സൈഡിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അതിനൊരു ടാർജറ്റും കുറവാണ്. ഞാൻ പറഞ്ഞ പോലെ ഡേ ഹൈ വരെയൊക്കെ കുറവാണ്. ആകെ 80-90 പോയിൻ്റ് ഉള്ളൂ. നമുക്ക് 1:2 ഒക്കെ മാക്സിമം വരുള്ളൂ. അതിലൊക്കെ നോക്കാം. നിഫ്റ്റി ചിലപ്പോൾ പെട്ടെന്നൊരു മൂവ്മെൻറ്റ്, നല്ല പെട്ടെന്നൊരു സ്പൈക്ക് താഴേക്ക് വരികയാണെങ്കിൽ പ്രീമിയം ഇതുപോലെ പെട്ടെന്ന് കയറും ചെയ്യും. അതാണ് നോക്കാം. ഞാൻ ഏതായാലും ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം. പത്ത് 23 നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ടാർജറ്റിൻ്റെ തൊട്ടടുത്ത് വരെ വന്നിട്ടാണ് പോയത്. കാരണം ഞാൻ പറഞ്ഞില്ല, മാർക്കറ്റ് ബുള്ളിഷായി പോകുമ്പോൾ എപ്പോഴും ഓർഡർ ബ്ലോക്ക് ഏരിയ മാർക്കറ്റ് മൂവ് ചെയ്യാം. നമ്മുടെ ഓർഡേഴ്സൊക്കെ ഇവിടെ കാണാം. 80 ഓർഡർ എടുത്ത് 74 എക്സിറ്റ് ആയി. ഓൾമോസ്റ്റ് 5,000 വരെയൊക്കെ പ്രോഫിറ്റ് കാണിച്ചു. എന്നാലും പോരാ, ടാർജറ്റ് ലെവലിൽ എത്തിയിട്ട് പോലും അത്രയും പ്രോഫിറ്റ് ആയിട്ടുള്ളൂ നമുക്ക്. തീരെ ഇല്ല. അതായത് ബുള്ളിഷായി പോകാൻ തന്നെയാണ് താല്പര്യം തോന്നുന്നുണ്ട് മാർക്കറ്റിന്. 25,167 ടാപ്പ് ചെയ്ത് നമുക്ക് മുകളിലേക്കെങ്കിലും നോക്കാൻ അതിനും അവസരം തന്നില്ല. ഏതായാലും ഇനി നല്ല ചാൻസ് വരട്ടെ, എന്നിട്ട് എടുക്കണുള്ളൂ. നമ്മുടെ സെക്കൻഡ് ട്രേഡ് ലാസ്റ്റ് ട്രേഡാണ്. ഇനി ഒരു ട്രേഡും കൂടി ഉണ്ടാവുള്ളൂ. ഞാൻ ചാൻസ് വരികയാണെങ്കിൽ പറയാം. സമയം 11:35. നമുക്കൊരു ഷോർട്ട് എൻട്രി നോക്കാം. എഗെയിൻ നമുക്ക് താഴേക്കുള്ള എൻട്രി തന്നെയാണ് കിട്ടിയത് വീണ്ടും. കാരണം ഇതൊരു ഇൻറ്റേർണൽ 5 മിനിറ്റ്സ് IDX ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നിഫ്റ്റിയിൽ. ആ ഒരു ഏരിയയിൽ നിന്ന്, അത് ഫ്യൂച്ചർ ചാർട്ടാണ്, പ്രോപ്പർ IDX തന്നെയാണ്. ആ ഒരു ഏരിയയിൽ നിന്ന് ഒരു അഗ്രസീവ് എൻട്രിയാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. ഒരു ഇൻറ്റേർണൽ ഏരിയയാണ്. മാർക്കറ്റ് ഓവറോൾ ബുള്ളിഷായി നമുക്ക് താഴേക്കാണ് അവസരം കിട്ടണമില്ല. ഈ ഒരു ഏരിയ എത്തുന്ന സമയത്ത് നമുക്ക് ഇതും അതിൻ്റെ തൊട്ട താഴെ 2 IDX ഉണ്ട് താഴെ. രണ്ടാമത്തെ എൻട്രി എടുക്കാം. ബൈ ആയിട്ടുണ്ട്. എന്താ പറയുക, നമുക്ക് എൻട്രി കിട്ടിയത് സെയിം 25,200 തന്നെയാണ് എടുത്തത് ഞാൻ. നമുക്ക് എൻട്രി ഓൾറെഡി ഒരു ട്രേഡ് അതിലുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ആ ഒരു ഇത് കാണിക്കുന്നത് കേട്ടോ. 3,000 സംതിങ് ലോസ് ഉണ്ട് ഇനി ആ ട്രേഡിൽ. നോക്കാം നമുക്ക്. രണ്ടാമത്തെ ട്രേഡാണ്. ഇനി ട്രേഡ് ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ ടാർജറ്റ് അടിക്കുകയാണെങ്കിൽ തന്നെ ശരിക്കും അപ്പ് സൈഡിലേക്കുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല. പക്ഷേ നമുക്ക് മാക്സിമം 2 ട്രേഡ് ഉണ്ടാവുള്ളൂ. ദശൽ അടിച്ചാലും ടാർജറ്റ് അടിച്ചാലും ഇന്ന് ട്രേഡ് ഉണ്ടാവില്ല. 2 ട്രേഡ് ഞാൻ ഒരു ദിവസം ചെയ്യുള്ളൂ, അത്രേ ഉള്ളൂ. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ വോളറ്റൈലിറ്റി, ഈ ഒരു യുദ്ധത്തിൻ്റെ കേസ് എന്തോ ആണെന്ന് അറിയില്ല. മാർക്കറ്റിൻ്റെ ഒരു പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ വെരി അൺഹെൽത്തിയാണ്. ശരിക്കും ഇപ്പോൾ ക്വാണ്ടിറ്റി കുറച്ച് ചെയ്യേണ്ടതാണ് സത്യം പറഞ്ഞാൽ. ഞാൻ രാവിലെയൊക്കെ അങ്ങനെ പ്ലാൻ ചെയ്താൽ അന്ന് ക്വാണ്ടിറ്റി കുറച്ച് ചെയ്താലോ എന്ന്. കാരണം മാർക്കറ്റ് ഇന്നലെയും ഒക്കെ മൂവ് ചെയ്ത രീതി കണ്ടിട്ടേ ഒരു പിടുത്തം തരാത്ത മൂവ്മെൻ്റാണ്. നമുക്ക് നോർമലി നമ്മൾ എടുക്കുന്ന എൻട്രി ഏരിയകളിൽ നിന്ന് ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. ചെറിയ നോർമൽ
പ്രൈസ് ആക്ഷൻ, നോർമൽ ആളുകളെ ട്രാപ്പ് ചെയ്യുന്ന ഒരു ഏരിയ, അതൊക്കെ നമുക്ക് സ്ഥിരം മാർക്കറ്റ് വാച്ച് ചെയ്യുമ്പോൾ കാണുന്ന മനസ്സിലാവുന്നതാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസം. ഞാൻ പറഞ്ഞത് ഈ ഡിസ്ക്രിപ്ഷണറി ട്രേഡ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതായത് നമ്മൾ മാർക്കറ്റിൻ്റെ ഒരു ചേഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി വെക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യും. ഇപ്പോൾ ഞാനൊരു കാര്യം പഠിപ്പിക്കുന്നതിനെ കൊണ്ട് തന്നെ ഞാൻ പ്രോപ്പറായിട്ട് ആ സാധനം ചെയ്യേണ്ടി വരും. പക്ഷേ ഞാൻ പഠിപ്പിക്കുമ്പോൾ എപ്പോഴും പറയാറുണ്ട് എല്ലാവരോടും, നമ്മൾ മാർക്കറ്റിൽ വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്താൽ എഴുതി വെക്കണം. കാരണം ഒരു മാറ്റം, ചെറിയ ഒരു മാറ്റം, ഒരു എന്താ പറയുക, ക്യാരക്ടറിലൊരു മാറ്റം മാർക്കറ്റിൽ വരികയാണെങ്കിൽ കുറച്ച് ദിവസങ്ങളിൽ അത് റിപ്പീറ്റഡ് ആയിട്ട് വരും. അപ്പം നമ്മളൊരു മാറ്റത്തെ ചിലപ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒരു 1-2 മാസങ്ങളിൽ ആ ഒരു മാറ്റം വെച്ചുള്ള സിസ്റ്റമൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്, മാർക്കറ്റിൽ എന്നും എല്ലാ കാലത്തും ഒരേ ടൈപ്പ് ഓഫ് സ്ട്രാറ്റജീസ് അല്ല വർക്ക് ചെയ്യുക. നമ്മൾ സ്വന്തമായിട്ട് മാർക്കറ്റിനെ അനലൈസ് ചെയ്ത് ഓരോ ദിവസം എഴുതി വെക്കുമ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു ഡേ ലോ എടുത്തിട്ട് മാർക്കറ്റ് ഇങ്ങനെ മൂവ് ചെയ്യല്ലോ, അല്ലെങ്കിൽ 50 മിനിറ്റ്സിൻ്റെ ലോ എടുത്ത് പോയി, 50 മിനിറ്റ്സിൻ്റെ ഹൈ എടുത്ത് പോയി, ഇന്ന ഏരിയകളിൽ ലിക്വിഡിറ്റി ഉണ്ട്, അവിടെ നിന്ന് മാർക്കറ്റ് ഇങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുമ്പോണ്ടല്ലോ നമുക്ക് ഇപ്പോൾ തുടർച്ചയായിട്ട് ഒരു 4 ദിവസം അങ്ങനെ ഒരു മാറ്റം മാർക്കറ്റിൽ കാണുകയാണെങ്കിൽ നമുക്കതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് പിന്നീട് അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റും. അതൊരു ഡിസ്ക്രിപ്ഷണറി ട്രേഡിംഗ് എന്നൊക്കെ പറഞ്ഞ മാതിരി, അതായത് എഴുതി വെക്കപ്പെട്ട ഒരു സ്ട്രാറ്റജിയോ അങ്ങനെയല്ല. നമ്മൾ മാർക്കറ്റിൽ കാണുന്ന ഒരു സ്റ്റൈൽ ഓഫ് മൂവ്മെൻറ്റം അത് നമുക്ക് പിന്നീട് റിപ്പീറ്റഡായി വരാൻ ചാൻസ് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും നമ്മൾ മാർക്കറ്റിനെ അനലൈസ് ചെയ്യുമ്പോൾ എപ്പോഴും നോട്ട് ചെയ്തൊക്കെ ഒരു കാര്യത്തിൽ മടി കാണിക്കരുത്. അതിന് ഇത് എഴുതി വെക്കാൻ, നമ്മൾ മാർക്കറ്റിൽ കാണുന്ന മാറ്റങ്ങളെയും കുറിച്ചും കാര്യങ്ങളൊക്കെ എഴുതി വെക്കണം എപ്പോഴും നല്ലത്. നമ്മളൊരു ട്രേഡർ എന്ന നിലയ്ക്ക് നമുക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാകാൻ ഹെൽപ്പ് ആവുന്ന സാധനമാണത്. ഓക്കെ, ഏതായാലും ട്രേഡ് റണ്ണിങ് ആണ്, പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല. നേരത്തെ ലോസ് തന്നെയാണ് ഈ 3000 സംതിങ്. ഇപ്പോൾ ഇതിൻ്റെ ടാർജറ്റ് വരുമോയെന്ന് അറിയില്ല. വന്നില്ല SL അടിക്കുകയാണെങ്കിലും ടാർജറ്റ് അടിക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. മാക്സിമം പോലെ നമുക്ക് 6000 സംതിങ് ആയിരിക്കും ലോസ് വരാം. ഏതായാലും ഞാൻ ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം. നേരത്തെ പോലെ എക്സാക്ട്ലി ഓർഡർ ബ്ലോക്ക് ഏരിയയിൽ നിന്ന് റിയാക്ട് ചെയ്യുമെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ട് നോക്കാം, അവിടെ എത്തിയിട്ടുള്ള പ്രൈസ് ആക്ഷൻ നോക്കാം. നേരത്തെ കണ്ടില്ല, നമ്മളൊരു ട്രേഡ് എടുത്തിട്ട് ടാർജറ്റിൻ്റെ തൊട്ടടുത്തെത്തി OB ഏരിയയിൽ നിന്ന് വീണ്ടും ടാപ്പ് ചെയ്തിട്ട് മുകളിൽ പോയി. അതായത് പക്ഷേ ഒരു പ്രാവശ്യം അങ്ങനെ പോയതുകൊണ്ട് നമുക്ക് നോക്കാം, രണ്ടാമത്തെ പ്രാവശ്യം അവിടെ എത്തുമ്പോൾ സമയത്ത് നമുക്ക് ടാർജറ്റിന് തന്നെ വെയിറ്റ് ചെയ്യാം. കാരണം മാർക്കറ്റ് എപ്പോഴും അറിയാമല്ലോ, ഒരു പ്രാവശ്യം റിയാക്ട് ചെയ്ത രീതിയിൽ പിന്നെ റിയാക്ട് ചെയ്യണമെങ്കിൽ ആളുകളെ തോന്നിപ്പിക്കില്ല അവിടെ നിന്ന് പറയാം. അപ്പോൾ മാർക്കറ്റ് വേറെ രീതിയിലാണ് മൂവ് ചെയ്യുക. അപ്പോൾ നമുക്ക് എപ്പോഴും മാർക്കറ്റ് എന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ ഒരു മൂവ്മെൻറ്റ് നമുക്ക് ഒരാൾക്കും പ്രെഡിക്റ്റ് ചെയ്യാനോ ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനോ പറ്റുന്ന സാധനമല്ല. എക്സ്പീരിയൻസ് ആവുന്നതിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആ മാറ്റങ്ങൾക്കനുസരിച്ച് ഒരു പ്രോബബിലിറ്റിയിൽ ഒരു ബെറ്റ് വെക്കും നമ്മൾ, അത്രേ ഉള്ളൂ. അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസും പ്രോപ്പറായിട്ടുള്ള ഒരു ടാർജറ്റും വെക്കുക, അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ട്രേഡിങ്ങിൽ. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ട്രേഡിങ്ങിൽ എന്നുള്ളതാണ്. ഓക്കെ, ചെറുതായിട്ട് പ്രോഫിറ്റിലേക്ക് വരുന്നുണ്ട്. പിന്നെ ഞാൻ എടുത്തത് 25,200 പുട്ട് ഓപ്ഷനാണ് അല്ലേ, 25,250 പുട്ട് ഓപ്ഷൻ അല്ല, സോറി, കുഴപ്പമില്ല. സ്ലൈറ്റ്ലി എക്സ്പയറി ആവാനായില്ല, അതാണ് പ്രീമിയം ഇത്ര കുറവ്. പ്രോഫിറ്റ് വരുന്നുണ്ട്. 1,500 രൂപ കഴിഞ്ഞിട്ട്. ഏതായാലും ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം. സമയം 12 മണിയായി. നമ്മൾ ട്രേഡ് എടുത്തിട്ട് അരമണിക്കൂറായി. മാർക്കറ്റ് എക്സാക്ട്ലി നമ്മൾ ടാർജറ്റ് മാർക്ക് ചെയ്ത ഏരിയ ഉണ്ടല്ലോ, 25,190, 25,188 എന്ന് പറഞ്ഞ ലിക്വിഡിറ്റി ഏരിയ ഉണ്ട്. അവിടെ എത്തിയിട്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാം. മാർക്കറ്റ് ഓൾറെഡി അത്യാവശ്യം പ്രോഫിറ്റ് കാണിച്ചു. ഈ ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ തൊട്ട് താഴെ ഉണ്ട്, 25,188 ഉണ്ട്. അപ്പം അവിടെ എത്തുകയാണെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം. പക്ഷേ അവിടെ എത്തിയിട്ടില്ല, അതിൻ്റെ തൊട്ടടുത്താണ്. നമുക്ക് ഒറ്റയടിക്ക് പ്രോഫിറ്റ് പോവുകയും ചെയ്തില്ലേ. എത്ര പ്രോഫിറ്റ് കാണിച്ച സാധനം അത് അല്ലേ, 2,000-3,000 എത്ര പ്രോഫിറ്റ് കാണിച്ച സാധനമാണ്. വീണ്ടും നമുക്ക് താഴേക്ക് തന്നെ വരുന്നുണ്ട്. കുഴപ്പമില്ല, നമ്മുടെ ടാർജറ്റ് എത്തിയില്ല. ടാർജറ്റ് എത്തിക്കഴിഞ്ഞാലേ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വെയിറ്റ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് റെഡി കൊടുത്തിട്ടുണ്ടല്ലോ നമ്മൾ, കുഴപ്പമൊന്നുമില്ല. മാക്സിമം പോയാൽ നമുക്ക് 6,000 ലോസ് വരും, അത്രേ ഉള്ളൂ. ഇതെന്താ വെച്ചാൽ ഇത് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി നേരത്തെ ടാപ്പ് ചെയ്യാതെ ഓർഡർ ബ്ലോക്ക് ഏരിയ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം ഒന്നും കണ്ടോ, കറക്റ്റായിട്ട് വന്നിട്ട് ആ ഒരു ലിക്വിഡിറ്റി മാർക്കറ്റ് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഈ ഒരു മൊമെൻറ്റം. അതേപോലെ പ്രീമിയം കുറഞ്ഞുണ്ടോ, ഞാൻ അതാ പറഞ്ഞത്, ഭയങ്കര അൺഹെൽത്തി ആയിട്ടാണ് പോകുന്നത് മാർക്കറ്റ്. കണ്ടോ, ഒരു ഗ്യാപ്പൊക്കെ വന്നിട്ടാണ് മാർക്കറ്റ് ക്യാൻഡിൽ വരുന്നത്. എന്താണ് ഏതായാലും നോക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏതായാലും ഇത്ര വെയിറ്റ് ചെയ്തില്ലേ.
നമ്മുടെ ടാർജറ്റ് 25,188 താഴേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യാം. അതും 1:5 ഒന്നും എന്തായാലും ഉണ്ടാവില്ല, കാരണം ചെറിയ ടാർജറ്റ് ഏരിയ. മാർക്കറ്റ് ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ താഴേക്ക് വരുമ്പോൾ പ്രീമിയം കൂടുന്നില്ല, തീരെ കൂടുന്നില്ല. വേറെ മറിച്ച് മാർക്കറ്റ് നല്ല ബെയറിഷായിട്ട് മാർക്കറ്റിന് പോകണം എന്നുള്ള മാർക്കറ്റാണെങ്കിൽ മാർക്കറ്റ് താഴേക്ക് വരുമ്പോൾ പ്രീമിയം നല്ല സ്പൈക്ക് കിട്ടും. ഇനിയിപ്പോൾ ആ ഒരു ലിക്വിഡിറ്റി 25,190 എന്നുള്ള ലിക്വിഡിറ്റി എടുത്ത് മുകളിൽ പോകണമെങ്കിൽ നമ്മൾ SL അടിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നമുക്ക് വീണ്ടും നമ്മളെ 20 മിനിറ്റ് വെയിറ്റ് ചെയ്യിപ്പിച്ചു മാർക്കറ്റ് ആ ഒരു ലിക്വിഡിറ്റി ഏരിയയിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അതിൻ്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം. മാർക്കറ്റ് ഒന്ന് 25,188 ഓക്കെ നമുക്ക് എക്സിറ്റ് ചെയ്യാം. അത്ര നേരം കളിപ്പിച്ചിട്ടാണ്. ഇപ്പോൾ ഇനി ജസ്റ്റ് എക്സിറ്റ് ചെയ്തിട്ട് വീണ്ടും എക്സിറ്റ് ചെയ്യണോ? ഏതായാലും എക്സിറ്റ് ചെയ്യാം. കാരണം എന്താ പറയുക, ഡൗൺ സൈഡ് ലിക്വിഡിറ്റിയാണ് ഇപ്പോൾ എടുത്തത്. അപ്പോൾ നമുക്ക് മാർക്കറ്റ് അതേപോലെ അപ്സൈഡിലേക്ക് പോകണം. ഇപ്പോൾ നമുക്ക് അപ്സൈഡിലേക്ക് ക്യാൻഡിൽ ടാപ്പ് എൻട്രിക്കൊക്കെ ഉള്ള ടൈമാണ്. അപ്പോൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ താഴേക്ക് വരുമ്പോൾ നമുക്ക് കോൾ ഓപ്ഷൻ എടുക്കാനുള്ള ടൈമാണ്. അദ്ദേഹം പറഞ്ഞത് മാർക്കറ്റ് പക്ഷേ നമ്മൾ ഓൾറെഡി നമ്മളെ നമ്പർ ഓഫ് ട്രേഡ്സിൻ്റെ എണ്ണം കഴിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഇനി ട്രേഡ് ഞാൻ പറഞ്ഞ ലിക്വിഡിറ്റി ഉണ്ട് തൊട്ട് താഴെ 25,190 അതിൻ്റെ തൊട്ട് മുകളിൽ ടാപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് നേരത്തെ റിയാക്ട് ചെയ്തത്. അപ്പോൾ ഞാൻ വെച്ച് കിട്ടിയ പ്രോഫിറ്റൊക്കെ പോയി SL അടിച്ചിരുന്നു. പക്ഷേ തിരിച്ച് താഴേക്ക് തന്നെ വന്നിട്ട് നമുക്ക് നമ്മളെ വീണ്ടും 20 മിനിറ്റ് നമ്മളെ വെയിറ്റ് ചെയ്യിപ്പിച്ചു മാർക്കറ്റ്. ക്ഷമ അല്ലേ? അതേപോലെ ഉണ്ടോ പ്രീമിയം പോണ്? ഞാൻ പറഞ്ഞു നേരത്തെ നമുക്ക് ആകെ കിട്ടിയത് 13 പോയിന്റ് പ്രീമിയമാണ്. ഇപ്പോൾ ഇത്ര മാർക്കറ്റ് മൂവ് ചെയ്തിട്ട് തീരെ പോയിന്റ് കിട്ടിയില്ല. അതായത് പുട്ട് ഓപ്ഷനിൽ തീരെ താല്പര്യം ഇല്ലെന്ന് തോന്നുന്നുണ്ട്. ഇപ്പം നമുക്ക് 65 എടുത്തിട്ട് 78 13 പോയിന്റ് ആകെ കിട്ടിയത്. ഓവറോൾ ഏതായാലും നമുക്ക് 3,000 പ്രോഫിറ്റ് 500 പ്രോഫിറ്റ് ഉണ്ട്. ഒരു ലോസ് കവർ ചെയ്ത് ഇപ്പോൾ പ്രോഫിറ്റ് ആയിട്ടുണ്ട്, കുഴപ്പമില്ല. അതായത് നമ്മൾ 2 ട്രേഡ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഏതായാലും ട്രേഡ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ അപ്പ് സൈഡിലേക്കുള്ള ഓപ്പർച്യൂണിറ്റി ഇപ്പോഴാണ് വന്നത്. നമുക്ക് ഡൗൺ സൈഡ് തരാതെ അപ്പ് സൈഡ് തരികയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു എൻട്രി എടുക്കാമായിരുന്നു. നമുക്ക് ക്യാൻഡിൽ ടാപ്പ് എൻട്രിക്ക് ഈ ഒരു ഏരിയ എന്നാണ് വരിക. ഈ ഒരു ഏരിയ നിന്ന് മാർക്കറ്റ് ഇപ്പോൾ ഓൾറെഡി ക്യാൻഡിൽ ടാപ്പ് എൻട്രി തന്നിട്ടുണ്ട്. നമുക്ക് ടാർജറ്റ് ഡേ ഹൈ ഒക്കെ വെക്കാം ഈസി ആയിട്ട്. ഡേ ഹൈയിലേക്ക് 39 ഡേ ഹൈ വെക്കുക എന്നില്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ ഡേ ഹൈ എത്തുമ്പോൾ 30 പോയിന്റ് അതിലേക്ക് കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കാം, പിന്നെ വെയിറ്റ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ പ്രീമിയം കണ്ടോ? അപ്പോൾ ആ ഒരു ക്യാൻഡിൽ ടാപ്പ് എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഇപ്പം 100 സംതിങ് 100 എൻട്രി ഇട്ട് 115 ഇപ്പോൾ തന്നെ 15 പോയിന്റ് ഇപ്പോൾ തന്നെ ആയി. ആകെ ചെറിയൊരു മൂവ്മെൻറ്റാണ് മാർക്കറ്റ് നടത്തി. അതായത് താഴേക്ക് മൊത്തം മൂവ് ചെയ്തിട്ട് 13 പോയിന്റ് ആകെ കിട്ടി. ഇപ്പോൾ ഈ ഒരു ചെറിയ മൂവ്മെൻറ്റത്തിന് തന്നെ 15 പോയിന്റ് കോൾ ഓപ്ഷനിലുണ്ട്. അതേ പറഞ്ഞു ഭയങ്കര അൺഹെൽത്തിയാണ്. ഏതായാലും നമുക്ക് ഇനി നാളെ നോക്കാം. നമ്മൾ ട്രേഡ് കഴിഞ്ഞിട്ട്. താങ്ക് യു, ബൈ.